കേരളത്തിലെ സ്ത്രീകളുടെ അർബുദത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 25 മുതൽ 30% ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പോൾ അത്രയും ഒരു പ്രപ്പോർഷൻ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളപ്പോൾ നമ്മളത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ തേടുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാ സ്ത്രീകൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായൊരു പ്രൊസീജിയറാണ്. ഹലോ എവരിവൺ, ഐ എം ഡോക്ടർ ഷെറിൻ. ഞാൻ അടുത്ത കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, ആർക്കൊക്കെയാണ് അത് ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത്, ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ആവശ്യകത എന്താണ്. അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുതിയ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ അർബുദത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 25 മുതൽ 30% ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പോൾ അത്രയും ഒരു പ്രപ്പോർഷൻ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളപ്പോൾ നമ്മളത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ തേടുക എന്നത് അത്യന്താപേക്ഷിതമാണ്. അതിനിപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് 3 സ്റ്റെപ്സ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൽ വരുന്നത്. ഒന്ന് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, അതായത് പേഷ്യന്റ് സ്വന്തമായി ചെയ്യുന്ന കാര്യം, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. 2 ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, അതായത് ഒരു വിദഗ്ധന്റെ സഹായത്തോടു കൂടി, ഡോക്ടറുടെ സഹായത്തോടു കൂടി ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക. 3-ാമത്തേത് മാമോഗ്രാം സ്റ്റഡി, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്റ്റഡി, അല്ലെങ്കിൽ MRI. ഇത് 3ഉം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ ആദ്യം നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാ സ്ത്രീകൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായൊരു പ്രൊസീജിയറാണ്. അത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങേണ്ടത് 30 വയസ്സിന് മേലെയുള്ള എല്ലാ സ്ത്രീകളും എല്ലാ മാസത്തിലും ഒരു തവണയെങ്കിലും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് ക്ലിനീഷ്യന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബ്രസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, മുഴകൾ ഉണ്ടെങ്കിൽ, തൊലിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് അത് ക്ലിനീഷ്യന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് വേണ്ട വിദഗ്ധ ചികിത്സ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി എപ്പോഴാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത്? അതായത് ആർത്തവം തുടങ്ങി ഒരാഴ്ച സമയത്തോ ആർത്തവ ഡേറ്റിന് ഒരാഴ്ച മുന്നെയോ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാൻ പാടില്ല. കാരണം ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണിന്റെ അളവുകൾ വ്യത്യാസം വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് കുറച്ച് ഡെൻസ് ആയിരിക്കും. നമ്മൾ ആ സമയത്ത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എവിടേക്ക് മുഴയുള്ളതായി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഉചിതമല്ല. അപ്പോൾ ഐഡിയലി ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് ആർത്തവം തുടങ്ങി ഒരു 2 ആഴ്ച കഴിഞ്ഞുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുക. 30 വയസ്സിന് മേലെയുള്ള എല്ലാവരും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാ മാസവും ചെയ്തിരിക്കണം എന്നാണ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കണ്ണാടി ഫേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ചെയ്യാം. ഈ 2 രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കണ്ണാടിയുടെ മുന്നിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ കണ്ണാടി ഫേസ് ചെയ്ത് നിന്നതിന് ശേഷം നോക്കുക 2 ബ്രസ്റ്റും എങ്ങനെയാണ്, ഒരേ ഷേപ്പാണോ, ലെവലിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നിപ്പിളിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണുന്നുണ്ടോ, സ്കിന്നിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതെല്ലാം ഒന്ന് നോക്കുക. 2 ബ്രസ്റ്റും കമ്പയർ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് കൈ രണ്ടും ഇടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നോക്കുക, ബ്രസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമോ മുഴകളായിട്ട് എന്തെങ്കിലും തെളിഞ്ഞു കാണുന്നുണ്ടോന്നോ നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് കുനിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ കൈ നോക്കുമ്പോൾ കാണാത്ത മുഴകൾ ചിലപ്പോൾ കുനിയുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അപ്പം ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ഈ കൈ ഇടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കുനിഞ്ഞ് നോക്കുക. എന്തെങ്കിലും തൊലിയിൽ എന്തെങ്കിലും നിറവ്യത്യാസം, തൊലി ചുളുങ്ങുന്നതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, എന്തെങ്കിലും മുഴ എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൈദ്യസഹായം തേടേണ്ടതാണ്. അടുത്തതായി കൈകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു ടെക്നിക്ക് ഉണ്ട്, 3 ഫിംഗർ 3 മോഷൻ ടെക്നിക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ കൈയുടെ ഈ 3 വിരൽ, ചൂണ്ടുവിരല്, നടുവിരല്, മോതിരവിരൽ, ഈ 3 വിരലിന്റെ വെള്ളഭാഗം വെച്ച് വേണം നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് പാൽപേറ്റ് ചെയ്യേണ്ടത്. പാൽപേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വിരലുകൾക്കിടയിലൂടെ ചെയ്യരുത്. കാരണം നമ്മുടെ ബ്രസ്റ്റിന് നോർമലി ഒരു നോഡുലാരിറ്റി ഉണ്ട്. വിരലുകൾക്കിടയിലൂടെ പാൽപേറ്റ് ചെയ്യുമ്പോൾ ആ നോഡുലാരിറ്റി നമ്മൾ മുഴയായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൈയുടെ വെളുത്ത ഭാഗം കൊണ്ട് തന്നെ പാൽപേറ്റ് ചെയ്യുക. അത് 3 മോഷൻ ടെക്നിക്കാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് റേഡിയൽ മോഷൻ, അതായത് ഒരു സർക്കിളിന്റെ റേഡിയസ്, അപ്പോൾ ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റേഡിയലി പാൽപേറ്റ് ചെയ്യുക. 2-ാമത്തത് സർക്കുലർ മോഷൻ, ബ്രസ്റ്റിന്റെ മൊത്തത്തിലൊരു സർക്കുലർ മോഷനിൽ പാൽപേറ്റ് ചെയ്യുക. 3 വെർട്ടിക്കൽ മോഷൻ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വെർട്ടിക്കലി പാൽപേറ്റ് ചെയ്ത് നോക്കുക. ഈ 3 ടെക്നിക്കാണ് 3 ഫിംഗർ 3 മോഷൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും 30 വയസ്സിന് മേലെയുള്ള എല്ലാവരും ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഒരു ശീലമാക്കുക. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് വേണ്ട ചികിത്സ എടുക്കുകയും ചെയ്യുക.